ഗാന്ധി കുടുംബത്തോട് അതിയായ സ്നേഹം പുലർത്തുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഗാന്ധി കുടുംബത്തിലെ പേരുകൾ വീട്ടിലുള്ളവർക്കിട്ട ഒരു കോൺഗ്രസ് കുടുംബമുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ. അപ്പോൾ നമുക്കിനി അവരുടെ വിശേഷങ്ങൾ അറിയാം. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. തിരുവമ്പാടിയിൽ UDFന്റെ കൊട്ടിക്കലാശം പൊടിപൂരമായി നടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരെ പരിചയപ്പെട്ട സമയത്താണ് ചില അപൂർവത കണ്ടത്. ഗാന്ധി കുടുംബത്തിലെ എല്ലാവരുടെയും പേരാണ് ഈ കുടുംബത്തിലെ പലർക്കും ഉള്ളത് എന്നുള്ളതാണ്. കിഴക്കോത്ത് പഞ്ചായത്തിലെ വാർഡ് മെമ്പറായുള്ള പ്രിയങ്കയാണ് അതിലൊരു വ്യക്തി. അവരിപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. അവർ പ്രിയങ്കയുടെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ കുടുംബത്തിലൊരു കൗതുകം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്താണ് ആ കൗതുകം? എൻ്റെ അച്ഛൻ ഭയങ്കര കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയിൽ നല്ല പ്രവർത്തിക്കുന്ന ആളാണ്. ആ ഒരു കോൺഗ്രസിനോടുള്ളൊരു സ്നേഹത്തോടായിരിക്കും മക്കൾക്കെല്ലാം പേരിട്ടത്. എൻ്റെ പേര് പ്രിയങ്ക എന്നാണ്, ചേച്ചിയുടെ പേര് സോണി എന്നാണ്. പിന്നെ എനിക്ക് സ്വന്തം ബ്രദർ ഇല്ല എങ്കിലും എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇതിൽ അച്ഛൻ്റെ പേര് കരുഞ്ഞി ശ്രീധരൻ എന്നാണ്. അച്ഛൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ പേര് പറഞ്ഞത്. അതുകൊണ്ടാണ് അച്ഛനുള്ള ആ ഒരു കോൺഗ്രസിനോടുള്ള ആ ഒരു സ്നേഹം ആണ് ഈ ഒരു കുടുംബത്തിൽ ഞങ്ങളൊക്കെ പേരിൻ്റെ ഇതിൽ വന്നത് എന്നാണ് പറയാനുള്ളത്. ഈ അച്ഛൻ എന്താ മുൻപ് എന്തെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു? പാർട്ടിയിൽ അങ്ങനെ സ്ഥാനങ്ങളായിട്ടൊന്നല്ല. അച്ഛൻ നല്ല പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം മണ്ഡലത്തിൽ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ആണ്. ഏത് സമയം പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ടിനോടുണ്ടാവല്ലോ, ചില ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവല്ലോ നമ്മുടെ. അതെയാണ് എൻ്റെ അച്ഛനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പം ആ ഒരു ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റായിട്ട് എനിക്ക് കിഴക്കോത്ത് പഞ്ചായത്തിൽ മത്സരിക്കാനൊരു അവസരം കിട്ടി. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ മെമ്പറായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട്. 18ാം വാർഡിലെ മെമ്പറാണ്. ഈ പ്രിയങ്ക എന്ന് പറഞ്ഞ ആൾക്കാരെ മുമ്പിൽ പരിചയപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരുടെ ആയ സ്ഥിതിക്ക്? നല്ല അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ പലരും എന്താ പറയുക, എന്നെ ഇങ്ങനെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ് കളിയാക്കലുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ആ ഒരു എന്താ പറയുക ഒരു അഭിമാനമായിട്ട് എനിക്കെന്നും തോന്നിയിട്ടുള്ളൂ. ഈ നിമിഷം എനിക്ക് ആ ഒരു അഭിമാനത്തോട് കൂടി പറയാണ്. കാരണം എനിക്ക് നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. ഇനി നേരിട്ടൊരു ഫോട്ടോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ പേര് പ്രിയങ്ക എന്നാണ്. മാഡത്തിൻ്റെ ആ ഒരു പേരിൽ ആ ഒരു ഫോട്ടോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റായ ഒരു സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് കിഴക്കോത്തിൻ്റെ പ്രിയങ്കരിയായിക്കൊണ്ട് കടന്നു വന്ന ആളാണ്. പ്രിയങ്കരിയാണ്? ആ, കിഴക്കോത്തിൻ്റെ പ്രിയങ്കരിയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു പെങ്ങളൂട്ടിയാണ്. ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. വളരെ ഉഷാറായിട്ട് ഞങ്ങൾ സ്വതവേ ഞാനൊക്കെ വിളിക്കാറ് തന്നെ പ്രിയങ്ക ഗാന്ധി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറുള്ളത്. ഇങ്ങനെയാണ് ചെറിയൊരു കൗതുകമാണ് നമ്മൾ ഈ ഒരു പ്രചാരണ പരിപാടിക്കിടയ്ക്കുണ്ട്. കുട്ടിക്കലാശത്തിനിടയിൽ നമ്മൾ കണ്ടത്. പ്രിയങ്ക എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരുടെ പേര് സോണിയ എന്നാണ്. രാഹുൽ എന്നും പേരുള്ള മറ്റുള്ളവർ. അങ്ങനെ ഒരു കോൺഗ്രസ് കുടുംബത്തെ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ് നമ്മുടെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ അവസാന കുട്ടിക്കലാശത്തിൽ നിന്ന്. തിരുവമ്പാടിയിൽ നിന്നും അതിന്ദർജിത്തിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.